എല്ലാവർക്കും നമസ്കാരം. ഇത് BAMSന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BAMS ആയുർവേദം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ആയുർവേദിക് പോർഷൻസ് പഠിപ്പിക്കുന്ന ട്യൂഷൻ പോലെ എടുക്കുന്ന ഒരു ചാനലാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ശാലാക്യതന്ത്രത്തിലെ സിതാമണ്ഡലത്തിലുണ്ടാകുന്ന അസുഖങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്ക് അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതിൻ്റെ ക്ലാസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ശാലാക്യതന്ത്രത്തിലെ സിതാമണ്ഡലത്തിൽ വരുന്ന അസുഖങ്ങളുടെ ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷനാണ്. സിതാരോഗാസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിതാമണ്ഡലം അല്ലെങ്കിൽ ശുക്ലമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈറ്റ് പോർഷൻ ഓഫ് ദി ഐ ആണ്. കണ്ണിൻ്റെ വെളുത്ത ഭാഗം, അതിനെയാണ് നമ്മൾ ശുക്ലമണ്ഡലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് നമുക്കതിൽ പഠിക്കാനുള്ള പോയിൻ്റ് ഒറിജിൻ ഓഫ് ശുക്ലമണ്ഡലമാണ്. ഇപ്പോൾ ശുക്ലമണ്ഡലത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും, സബ്ജക്റ്റീവായിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും, 10 മാർക്കിൻ്റെ ആയാലും 5 മാർക്കിൻ്റെ ആണെങ്കിലും 3 മാർക്കിൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ലൈൻ 2 ലൈൻ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോയിൻ്റാണ് ഒറിജിൻ ഓഫ് ശുക്ലമണ്ഡലം എന്ന് പറയുന്നത്. സുശ്രുതാചാര്യനനുസരിച്ചിട്ട് സിതം ജലാത് എന്നാണ് പറയുന്നത്. അതായത് ജലമഹാഭൂതത്തിൽ നിന്നാണ് സിതാമണ്ഡലം ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു അഷ്ടാംഗ സംഗ്രഹം തേഷു അപീച നേത്രേ ശ്ലേഷ്മണ പ്രസാദാത് ശുക്ലമണ്ഡലം തത് പിതൃജ എന്നാണ് പറയുന്നത്. പിതൃഭാവത്തിൽ നിന്നും കഫത്തിൻ്റെ പ്രസാദഭാവത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ് ശുക്ലമണ്ഡലം. ഓക്കെ, ഇനി അടുത്തത് നമ്പറിംഗ് ആണ്. നമ്പറിങ് ഏത് പോർഷൻ പഠിച്ചു കഴിഞ്ഞാലും നമ്പറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് സബ്ജക്റ്റീവ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും എക്സാം ഏതുമായിക്കോട്ടെ നമ്പറിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ നമ്പറിങ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും മറന്നു പോകും. വെറുതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകും. ഒന്നെങ്കിൽ അതിനെ ലിങ്ക് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ കോഡ് പഠിക്കുക, കോഡിട്ട് എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വെച്ചിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ അത് ഓർത്തിരിക്കുകയുള്ളൂ. പക്ഷേ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു എക്സാം വരുമ്പോൾ അതിന് നമ്പറിങ് ഇത്ര നമ്പറാണ് എന്ന് ഓർത്തിരുന്നാൽ മാത്രം പോരാ, അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ രോഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുമ്പോൾ ഏത് വലിയ ടോപ്പിക്കും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. അസുഖങ്ങളെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ പ്രോഗ്നോസിസ് വെച്ചിട്ട്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഏത് രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ ആയുർവേദത്തിലെ അസുഖങ്ങളെ നമുക്ക് ദോഷിക് പ്രിഡോമിനൻസ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതായിരിക്കും പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അസുഖം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ അസുഖത്തെ കാണുമ്പോൾ അതിൻ്റെ ദോഷ പ്രിഡോമിനൻസ് ഏതായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ച് പോകേണ്ട കാര്യമില്ല. ഇത് ആ സെക്ഷനിൽ ഞാൻ പഠിച്ച അസുഖമാണല്ലോ എന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യും ആ സമയത്ത്. അതുകൊണ്ട് ദോഷ പ്രിഡോമിനൻസിലാണ് ഞാനിവിടെ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അഷ്ടാംഗ ഹൃദയകാരൻ പറഞ്ഞിട്ടുള്ളതാണ്. അഷ്ടാംഗ ഹൃദയകാരൻ 13 അസുഖങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ? സിതാമണ്ഡലത്തിൽ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പൈത്തികമായിട്ടുള്ള അസുഖമാണ്. പൈത്തികമായിട്ടുള്ള അസുഖമാണ് ശുക്തിക. എന്തുകൊണ്ട് വാതികമായിട്ട് പറഞ്ഞില്ല? ദോഷം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം പറയുന്നത് വാദത്തെ അല്ലേ, പിന്നെ എന്താ ഇവിടെ പിത്തം വെച്ച് സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണം അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്താ? ആചാര്യൻ വാതികമായിട്ടുള്ള അസുഖങ്ങളൊന്നും തന്നെ ശുക്ലഗത രോഗത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പൈത്തികമായിട്ടുള്ള അസുഖം തൊട്ട് തുടങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ പൈത്തികമായിട്ടുള്ള അല്ലെങ്കിൽ പിത്ത പ്രിഡോമിനൻസ് ഉള്ള ഒരു അസുഖമാണ് ശുക്തിക. സിതാരോഗത്തിൽ ഹൃദയകാരൻ ആദ്യം പറയുന്നത്. കഫജമായിട്ട് പറയുന്നത് 3 അസുഖങ്ങളാണ്: ശുക്ലാർമ്മം, ബലാസഗ്രഥിതം, പിഷ്ടകം. രക്തജമായിട്ട് പറയുന്നത് 5 അസുഖങ്ങളാണ്: സിരോൽപാദ, സിരാഹർഷ, സിരാജാല, ശോണിതാർമ്മ, അർജുന. ഇതിൽ ഈ സിരോൽപാദ, സിരാഹർഷ, സിരാജാല ആ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചാൽ കിട്ടും. പിന്നെ അർജുനവും ശോണിതാർമ്മവും നോക്കിയാൽ മതി. ശോണിതമുള്ളത് കൊണ്ട് തന്നെ രക്തമാണെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ അർജുനം ചുവന്ന നിറമാണെന്ന് ഓർത്താൽ അർജുനം രക്ത പ്രിഡോമിനൻ്റുള്ള ഒരു അസുഖമാണെന്ന് ഓർക്കാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ ത്രിദോഷജമല്ല, ത്രിദോഷ രക്തമാണ്. അഷ്ടാംഗ ഹൃദയകാരൻ ത്രിദോഷ രക്തമെന്ന് എടുത്തു പറയുന്നത് ചെറിയ സ്ഥലങ്ങളെ മാത്രമേ ഉള്ളൂ. എപ്പോഴും അദ്ദേഹം അത് പറയാറില്ല അല്ലേ. ത്രിദോഷ രക്തമായിട്ട് 4 അസുഖങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്: പ്രസ്താരിയർമ്മം, സ്നായുവർമ്മം, അധിമാംസാർമ്മം, പിന്നെ സിരാപിടക കേൾക്കുമ്പോൾ രക്തജമാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ അത് ത്രിദോഷ രക്തജമാണ്. അർമ്മങ്ങളെല്ലാം തന്നെ ത്രിദോഷ രക്തമാണെന്ന് ഓർക്കാനും വയ്യ.
കാരണം ശോണിതാർമ്മ എന്താണ്? രക്തമാണ്. ശുക്ലാർമ്മ എന്താണ്? കഫജമാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ദോഷ ക്ലാസിഫിക്കേഷൻ വായിച്ചാൽ നമുക്കത് വേഗം തന്നെ പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സുശ്രുതാചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ്. സുശ്രുതാചാര്യൻ അഷ്ടാംഗഹൃദയകാരം പറഞ്ഞ 2 അസുഖങ്ങൾ പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ പറയാതിരിക്കണ്ടേ അല്ലേ? 2 അസുഖങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ 11 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഡിഫറൻസ് വരുന്നത് രക്തജമായിട്ടുള്ള അസുഖത്തിൽ മാത്രമാണ്. പൈത്തികമായിട്ടുള്ള അസുഖം ശുക്തിക എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സുശ്രുതാചാര്യൻ പൈത്തികം ശുക്തിക തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കഫജമായിട്ടുള്ള രോഗങ്ങൾ ശുക്ലാർമ്മം, ബലാസകൃതിതം, പിഷ്ടകം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രക്തജം വരുമ്പോൾ സിരാജാലം, ശോണിതാർമ്മം, അർജുനം മാത്രമേ ഉള്ളൂ. ഏതാ 2 പറയാത്തെ? സിരോൽപാദവും സിരാഹർഷവും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അങ്ങനത്തെ അസുഖങ്ങൾ ശുക്ലഗത രോഗത്തിലുള്ളതായിട്ട് സുശ്രുതാചാര്യൻ അറിയില്ലേ? അറിയാം. പക്ഷേ അദ്ദേഹം അത് ശുക്ലഗത രോഗങ്ങളിലല്ല പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു സ്ഥലത്താണ്. അത് നമുക്ക് അടുത്ത തവണ പഠിക്കാം. അപ്പോൾ സിരാജാല, ശോണിതാർമ്മ, അർജുന 3 അസുഖങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മിസ്സായ 2 അസുഖങ്ങൾ, അതായത് സിരോൽപാദയും സിരാഹർഷവുമാണ് എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത്? അഷ്ടാംഗ ഹൃദയകാരൻ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത്. സോ അഷ്ടാംഗ ഹൃദയകാരൻ 13 അസുഖങ്ങൾ പറയുമ്പോൾ സുശ്രുതാചാര്യൻ 11 അസുഖങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഇവർ തമ്മിലുള്ള നമ്പറിങ്ങിലുള്ള ഡിഫറൻസ്. പിന്നെ ഇവിടെ വരുമ്പോൾ ത്രിദോഷ രക്തജം എന്ന് അഷ്ടാംഗ ഹൃദയകാരൻ പറഞ്ഞ അസുഖങ്ങളെ സുശ്രുതാചാര്യൻ ത്രിദോഷജം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം കുറച്ചുകൂടി 3D ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് അല്ലേ? പ്രസ്താരിയർമ്മം, സ്നായുവർമ്മം, അധിമാംസാർമ്മം, സിരാപിടക അതേ അസുഖങ്ങൾ തന്നെയാണ്. പക്ഷേ ത്രിദോഷ രക്തത്തിന് പകരം ത്രിദോഷജമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സിതാമണ്ഡലത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി ഓരോ അസുഖങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. താങ്ക് യു ഓൾ.